നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മനോജ്. ഞാൻ എടപ്പാൾ ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗത്തിലെ കൺസൾട്ടൻ്റാണ്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാനസിക രോഗങ്ങളെക്കുറിച്ചൊരു ചെറിയ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഈ മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങേറ്റം ലഹരിയുടെ ഉപയോഗം മുതൽ പലതരത്തിലുള്ള പല പ്രായക്കാരെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളുടെ പേര് എന്നതിനേക്കാൾ ഉപരി ഇത് തിരിച്ചറിയുക അല്ലെങ്കിൽ ഇത് ചികിത്സിക്കാവുന്ന അസുഖമാണെന്ന് മനസ്സിലാക്കുകയാണ് ഇതിലേറ്റവും പ്രധാനം. നമ്മൾ കാണുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരും പല അസുഖങ്ങളും വർഷങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കറിയില്ല ഇതിനൊരു ചികിത്സ ഉണ്ടെന്നുള്ള കാര്യം. അത് വിഷാദരോഗമായാലും ചില തരത്തിലുള്ള സംശയരോഗങ്ങളായാലും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളായാലും ചില ലഹരി ഉപയോഗങ്ങളായാലും. അപ്പം ഏറ്റവും പരമപ്രധാനം ഇതൊരു അസുഖമാണെന്ന് തിരിച്ചറിയുകയും അതിന് ചികിത്സയുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരും അല്ലെങ്കിൽ പൊതുജനങ്ങൾ മനസ്സിലാക്കുകയുമാണ് ഏറ്റവും പ്രധാനം. ഇത് അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചികിത്സ എടുക്കാനുള്ള താല്പര്യമാണ്. നല്ലൊരു ശതമാനം ആൾക്കാർക്കും ചികിത്സ എടുക്കാൻ താല്പര്യമില്ല. ഭയമാണ് ഏറ്റവും പ്രധാനം. അവർ കരുതുന്നത് ഒരിക്കൽ ഡോക്ടറെ ചെന്ന് കണ്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർ രോഗിയാക്കപ്പെടും, അല്ലെങ്കിൽ രോഗത്തിന് അല്ലെങ്കിൽ മരുന്നിന് അടിമയാകും എന്നുള്ളൊരു വലിയ ചിന്താഗതിയുണ്ട്. ഇവിടെ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും രോഗം അല്ലെങ്കിൽ ഒരാൾക്കുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നേടിയേ പറ്റൂ. അത് ചികിത്സിക്കാതെ മറച്ചു വെച്ചതുകൊണ്ട് രോഗിക്കും രോഗിയുടെ കൂടെ ജീവിക്കുന്നവരും നിശബ്ദരായി അതിങ്ങനെ അനുഭവിച്ചു പോരുകയാണ്. അപ്പം ഒരിക്കലും രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചികിത്സിക്കാതിരിക്കരുത്. ഒരിക്കൽ ചികിത്സ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പരമമായ വിഷയം എന്ന് പറയുന്നത് പകുതി വെച്ച് മരുന്ന് നിർത്തുക എന്നുള്ളതാണ്. മഹാഭൂരിപക്ഷം ആൾക്കാരും കുറച്ച് നാൾ മരുന്ന് കഴിക്കും, പിന്നെ നിർത്തും. ഈ മാനസിക രോഗങ്ങൾ പൊതുവേ ബയോ സൈക്കോ സോഷ്യൽ, അതായത് നമ്മുടെ ജനിതകമായ പ്രത്യേകതകൾ, നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യം, ഇത് മൂന്നും കൂടെ ചേർന്ന ആണ് ഇതിൻ്റെ എത്തിയോളജി അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്. അപ്പം ഇതിന് നീണ്ടകാലത്തെ ചികിത്സ മിക്ക മാനസിക രോഗങ്ങൾക്കും ആവശ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഒളിച്ചോട്ടമില്ല. അപ്പം അത് മുന്നിൽ കണ്ട് അത് ഡോക്ടറുമായിട്ട് അതിൻ്റെ കാരണങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. ഇത്രയാണ് ഞാൻ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.